പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ഈ സ്ഥിതിയിൽ കൂടെ കടന്നു പോകേണ്ടവരാകുന്നു എന്നുള്ള പരമമായ ബോധ്യത്തോടുകൂടെ നമ്മുടെ ജീവിതയാത്ര മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ഈ അമ്മച്ചി നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാകുന്നു. ഏറെ ദുഃഖിക്കുന്നു, ആ വേദന പങ്കിടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കും. അടുത്തതായിട്ട് ബേബി രാജൻ. വളരെ ഭാരത്തോടും പ്രയാസത്തോടും നിൽക്കുന്ന അവസരമാണെങ്കിലും ഈ അമ്മച്ചിയെ പറ്റി രണ്ട് വാക്ക് പറയാതിരിക്കാൻ ഒക്കത്തില്ല. എൻ്റെ കുഞ്ഞുനാൾ മുതലേ വളരെ അടുത്ത ബന്ധമാണ് ഈ ഭവനവും ഈ അമ്മച്ചിയുമായിട്ട്. ഞാൻ അമ്മച്ചിയുടെ ഒത്തിരി സ്നേഹവാത്സല്യങ്ങൾ ഏറ്റുവാങ്ങിയവനാണ് ഇവിടെ. അതിന് കാരണം അമ്മച്ചിയുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തായിരുന്നു എൻ്റെ അമ്മ. അതുകൊണ്ട് അമ്മയോടൊപ്പം പലപ്പോഴും കുഞ്ഞുനാളിൻ്റെ ഇവിടെ വരുന്നതിനും അമ്മച്ചിയുടെ സ്നേഹവും വാത്സല്യവും അമ്മച്ചി എന്നെ വിളിച്ച് ആ പഴയ ഊണുമുറി കൊണ്ടിരുത്തി കാപ്പിയൊക്കെ തരുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. സഹായമായി അമ്മച്ചി ഉണ്ടായിരുന്നു. പല കാര്യങ്ങളിൽ പുറകെ നിൽക്കുമ്പോൾ മുന്നിലോട്ട് പിടിച്ചു നിർത്തുന്ന ഒരു അമ്മച്ചിയായിരുന്നു. അതുപോലെ തന്നെ ഈ ഞങ്ങളുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്ത് ഇടവകയിലെ വരുന്ന എല്ലാ സന്ദർശകരെയും അതിഥികളെയും സ്വീകരിക്കുകയും അത് വിശാല മനസ്സോടും സ്നേഹത്തോടും സ്വീകരിച്ച് സൽക്കരിച്ച് സന്തോഷത്തോടെ യാത്രയാക്കുന്ന ഒരു അമ്മച്ചിയായിരുന്നു. കാരണം അന്ന് വേറെ യാതൊരു മാർഗവും ഇല്ല, വേറെ ഒരു ഇടവുമില്ല. എന്നാൽ അതെല്ലാം വളരെ ഭംഗിയായിട്ട് അമ്മച്ചി ചെയ്തു. അമ്മച്ചിയുടെ സ്നേഹവും കരുതലും ഒക്കെ നന്ദിപൂർവ്വം ഞാൻ ഓർക്കുന്നു. ഈ അവസരത്തിൽ ഞങ്ങൾ കുടുംബമായിട്ട് എൻ്റെ അമ്മച്ചിയുടെ എൻ്റെ സഹോദരങ്ങളുടെ ഒക്കെ സങ്കടം, വളരെ സങ്കടമുണ്ട്. ആ സങ്കടമെല്ലാം പിന്നെ ഒരു കാര്യമുള്ളത്, അമ്മച്ചിയുടെ ഗുണങ്ങളെല്ലാം തറയോട്ട് കൊടുത്തിട്ടുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ ആ അമ്മച്ചി ചെയ്തതുപോലെ തന്നെ ഞങ്ങളോടൊക്കെ പെരുമാറുന്നുണ്ട്. ആ സ്നേഹവും ആ സഹകരണവും ആ ആത്മാർത്ഥതയും ഒക്കെ ഞങ്ങൾക്ക് തരുന്നുണ്ട്. ഇടവകയായിട്ടും ഞങ്ങളുടെ കുടുംബമായിട്ട് അത് അനുഭവിക്കുന്നുണ്ട്. നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്റെ മുമ്പിൽ കിടക്കുന്നത് എന്റെ വല്യമ്മച്ചയ്ക്ക് തുല്യമായ ഒരു മാതാവാണ്. രണ്ടാം തലമുറയിലെ കണ്ണിയാണ് ഞാൻ. എന്റെ മാതാവിന് അല്പവാക്ക് പറയാൻ ആഗ്രഹമുണ്ടെങ്കിലും പ്രായത്തിന്റെയും ക്ഷീണത്തിന്റെയും അവസ്ഥയിൽ ആ ദൗത്യം ഞാൻ ഏറ്റെടുക്കുകയായിരുന്നു. എന്റെ ബാല്യം മുതൽ ഞങ്ങളുടെ തിരുവനന്തപുരത്ത് ഭവനത്തിൽ അമ്മച്ചിയും ഇവിടുത്തെ അപ്പച്ചനും അന്തി ഉറങ്ങാത്ത ദിവസങ്ങൾ കുറവായിരുന്നു. അപ്പച്ചന്റെ ഓപ്പറേഷൻ സമയത്തും ഒരാഴ്ച അവിടെ താമസിക്കുകയും ആതിഥേയം സ്വീകരിക്കുവാനും സ്നേഹം പങ്കിടുവാനും ഒക്കെ സഹായിച്ചു. അമ്മച്ചി എന്റെ മാതാവിന് ഒരു മാവിയല്ല, മറിച്ച് ഒരു കൂട്ടുകാരിയായിരുന്നു. അമേരിക്കയിൽ പോകുമ്പോഴും അവിടെ വന്ന് 2 ദിവസം ഞങ്ങളോടൊപ്പം പങ്കിട്ടു. എന്റെ മക്കളുടെ പേര് പോലും അമ്മച്ചിക്ക് മറക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. അമ്മച്ചി തന്റെ ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം പ്രാപിപ്പാൻ കർത്താവ് വിളിച്ച ദേശത്തേക്ക് പോയിരിക്കുകയാണ്. നിങ്ങളോടൊപ്പം ഈ അനുശോചനം ഞാനും ഇവിടെ അറിയിച്ചുകൊള്ളുന്നു. അല്പസമയം എനിക്ക് വേണ്ടി തന്ന കർത്താവിനും നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ദുഃഖത്തിലിരിക്കുന്ന ബന്ധുമിത്രാദികൾ ദൈവനാമത്തിന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. നല്ലാനിക്കുന്ന കേന്ദ്രമാക്കി വെട്ടുനിൽക്കുന്നതിൽ കുടുംബത്തിന്റെ പ്രതിനിധീകരിച്ച് അല്ലെങ്കിൽ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എനിക്ക് മുമ്പ് സംസാരിച്ച പ്രിയപ്പെട്ട ജിജാൻ പറഞ്ഞിരുന്നു. പറഞ്ഞ കൊച്ചുമ ഇന്ന് ലോകത്തിന്റെ പല ഭാഗത്ത്, തെക്ക് കിഴക്ക് പടിഞ്ഞാറ് വടക്ക് പല ഭാഗത്ത് സെറ്റിൽ ചെയ്ത് ജീവിക്കുന്നു. പക്ഷെ ഈ 6 മക്കളെ ഞങ്ങൾക്കറിയാം, അല്ലെങ്കിൽ 18 മക്കളെ അറിയാം. അതിനടുത്ത തലമുറയെ 42 പേരെ പൂർണ്ണമായിട്ടും സത്യം പറഞ്ഞാൽ അറിയില്ല. പണ്ട് ഞങ്ങൾ മാവേലിക്കരയിൽ നിന്നൊക്കെ അവധിക്ക് നല്ല അനുഭവം ചെല്ലുമ്പോൾ പിതാക്കന്മാർ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഒരുമിച്ച് കൂടുകയും ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നുവെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷെ അതിപ്പം വർഷങ്ങളായിട്ട് ഇല്ലാത്തൊരവസ്ഥയിലാണ്. ഇടയ്ക്ക് ഒരു ആഗ്രഹമുണ്ടായിരുന്നു. അന്ന് കുഞ്ഞമ്മച്ചി ഉണ്ടായിരുന്നു, കൊച്ചുച്ചമ്മയുണ്ട്, അമ്മച്ചി ഉണ്ടായിരുന്നു. അവരുടെ കാലഘട്ടത്തിലെങ്കിലും
അവരുടെ ഈ ലോകം വിടുന്നതിന് മുൻപ് അത് വീണ്ടും ഒന്ന് നടത്തണമെന്ന് എനിക്ക് പേഴ്സണലി ഒരു ആഗ്രഹമുണ്ടായിരുന്നു. ഞാനത് 1-2 പേരുമായിട്ട് ഷെയർ ചെയ്തതാണ്. പക്ഷേ അത് ആരംഭിക്കുവാൻ സാധിച്ചില്ല. ഇനിയുള്ള തലമുറയെങ്കിലും അത് അങ്ങനെ ഒരു പ്രാർത്ഥന ഗെറ്റ് ടുഗദർ നടത്തുകയാണെങ്കിൽ കൂടുതലായിട്ട് അറിയുവാനും മനസ്സിലാക്കുവാനും സാധിക്കും. ഈ ഒരു ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായി. പക്ഷെ അതിനുശേഷം നമ്മച്ചി സ്റ്റേറ്റ്സിലായിരുന്നു, മക്കളുടെ കൂടെ ആയിരുന്നു. അതിനുശേഷം അന്ന് മാവേലിക്കരയിൽ വന്നപ്പോൾ അപ്പച്ചനുണ്ടായിരുന്നു, പപ്പ എന്ന് പറയുന്ന വിളിക്കുന്ന അപ്പച്ചനുണ്ട്. നമ്മച്ചി ഇന്ന് അവിടെ നിന്ന് കടന്നു പോയപ്പോഴോ ഒത്തിരി അഡ്വൈസും ഒക്കെ തന്നിട്ടാണ് പോയത്. ഓടിക്കുമ്പോൾ വളരെ സുരക്ഷിതമായി സൂക്ഷിക്കണം, സ്പീഡ് എടുക്കരുത്, അങ്ങനെ ഒത്തിരി സംഗതികൾ കുറച്ചു നേരം ഉണ്ടായിരുന്നെങ്കിലും വളരെ ഒരു മാതാവ് നിലയിൽ ഒത്തിരി അഡ്വൈസ് തരികയുണ്ട്. അതിനുശേഷം ക്രിസ്ത്യാൻ്റെ അവിടെ ചെന്നപ്പോഴോ അവിടെയും അമ്മച്ചിയുമായിട്ട് കുറച്ച് നാൾ സ്പെയർ ചെയ്യുവാൻ സാധിച്ചു. പ്രത്യേകിച്ച് അതിനുശേഷം ഈ കഴിഞ്ഞ കുറെ വർഷമായിട്ട് അമ്മച്ചിക്ക് വാർദ്ധക്യപരമായ പ്രശ്നം വന്നപ്പോൾ വിനോദ് അവിടെ ചെല്ലുകയും ഞങ്ങൾക്ക് റെഗുലറായിട്ട് പോകുവാൻ സാധിച്ചു. അമ്മച്ചിക്ക് ഒരു അൺകോൺഷ്യസ് സ്റ്റേജിലേക്ക് പോകുന്നതിന് മുൻപ് സംസാരിക്കുവാനും പ്രാർത്ഥിക്കുവാനും സാധിച്ചു. പ്രത്യേകിച്ച് ഈ മരണത്തിന്റെ ഒരു കേവലം 30 മണിക്കൂറുകൾക്ക് മുമ്പ് 35 മണിക്കൂറുകൾക്ക് മുൻപ് അവിടെ ചെല്ലുവാനും പാടുവാനും പ്രാർത്ഥിക്കുവാനും സാധിച്ചെന്നുള്ളത് നന്ദിയോടുകൂടി ഈ സമയത്ത് ഓർക്കുകയാണ്. യോജനം ഈ സമയത്ത് പറയുകയും ചെയ്യും. രാജു, അമ്മാമ്മ എൻ്റെ അമ്മാവി അമ്മയായിട്ട് 35 വർഷം ആകുന്നു. അതിൽ 30 കൊല്ലത്തോളം എൻ്റെ അമ്മയുടെ ഒരു സ്ഥാനം വഹിച്ചിരുന്നു. 35 വർഷം മുമ്പ് ആദ്യമായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന പഴയ വീട്ടിൽ വെച്ചാണ് ആദ്യമായിട്ട് അമ്മാമ്മയെ ഞാൻ കാണുന്നത്. അപ്പൊ ആദ്യത്തെ ആ കാഴ്ചയിൽ തന്നെ അമ്മാമ്മയുടെ പല ക്വാളിറ്റീസിനെ പറ്റി എനിക്ക് മനസ്സിലാക്കുന്നുണ്ട്. ഒന്നാമത്, എപ്പോഴും വളരെ പ്ലസന്റാണ്. ഏത് പ്രതികൂല സാഹചര്യമായാലും മുഖത്ത് നോക്കിയാൽ ആള് വളരെ പ്ലസന്റാണ്. അതുപോലെ വേറൊരു കാര്യമാണ് ഞാൻ നോട്ട് ചെയ്തത്, ഏത് ബന്ധുക്കളായാലും അവരെ ഒരുപോലെയാണ് അമ്മാമ്മ കാണുന്നത്. ഞങ്ങളിവിടെ വരുമ്പോൾ അമ്മാമ്മയുടെ 1-2 പ്രദേശമുണ്ട്, അച്ചായന്റെ കുട്ടികളുള്ളവരുണ്ട്, അമ്മാമ്മയുടെ അമ്മാവിയമ്മയുണ്ട്. ഇവരെല്ലാവരും ഒരേ രീതിയിലാണ് സീറ്റ് ചെയ്തിരിക്കുന്നത്. അവരോടെല്ലാം അമ്മാമ്മ ഒരേ രീതിയിലാണ് പെരുമാറുന്നത്. എൻകറേജ്മെന്റ് വേണമെങ്കിൽ അത്രയും 5 വർഷം ഒരു വളരെ സ്നേഹിക്കുന്ന മകന്റെ കൂടെയും മരുമകളുടെ കൂടെയും കൊച്ചുമകളുടെ കൂടെയും കഴിഞ്ഞ് അവരുടെ മധ്യത്തിൽ ഈ ലോകത്തിൽ നിന്ന് പുറപ്പെട്ടു പോകാൻ അമ്മാമ്മയ്ക്ക് ഭാഗ്യം. ഈ അമ്മാമ്മയുടെ ക്വാളിറ്റീസ് നിലനിർത്തുവാനും ആ ലെഗസി കണ്ടിന്യൂ ചെയ്യുവാനും ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുന്നവരാകട്ടെ. വാക്കുകൾ അമ്മച്ചിയുടെ ജീവിതശൈലിയും ചിന്താഗതിയും പറ്റി ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു കാര്യം ഇതാണ്. അമ്മച്ചിക്ക് നമ്മൾ എന്ത് ചെറിയൊരു സഹായം ചെയ്തു കൊടുത്താലും അമ്മച്ചി അതിന് താങ്ക് യു മോനെ, താങ്ക് യു മോളെ എന്ന് പറയുമായിരുന്നു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അമ്മച്ചി ക്ലോക്കിൽ നോക്കി സമയം കാണാൻ പറ്റില്ല. അപ്പൊ സമയം എത്രയായി മോനെ ചോദിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അമ്മച്ചി അപ്പൊ തന്നെ താങ്ക് യു മോനെ അല്ലെങ്കിൽ താങ്ക് യു മോളെ എന്ന് പറയും. പിന്നെ ഒരു വർഷം മുമ്പ് വരെ അമ്മച്ചി നടന്നിരുന്നു. അപ്പൊ നമ്മള് ഒന്ന് കൈയൊന്ന് പിടിച്ചു കൊടുത്താൽ അമ്മച്ചിക്ക് അത് വളരെ സന്തോഷമാണ്. അമ്മച്ചി പിന്നെ എന്ത് ചെയ്താലും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യും, എപ്പോഴും എൻകറേജ് ചെയ്യും. അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു സപ്പോർട്ടായിരുന്നു. എന്ത് ചെയ്താലും വെരി ഗുഡ്, യു ഡൺ വെൽ എന്ന് അമ്മച്ചി പറയും. പിന്നെ എപ്പോഴും ഉപദേശിക്കും, എപ്പോഴും പോസിറ്റീവാണ് അമ്മച്ചി. എന്തിനും ഒരു നല്ല വശം ഉണ്ടെങ്കിൽ അത് മാത്രമേ പറയുള്ളൂ. പിന്നെ ഒരിക്കലും ദേഷ്യപ്പെടില്ല, അത് വേറെ കാര്യം. അമ്മച്ചിയെ ദേഷ്യപ്പെടുത്താൻ ഞങ്ങൾ പിള്ളേരെ ഞങ്ങൾ നോക്കാറുണ്ട്, പക്ഷെ അമ്മച്ചി ഒരിക്കലും ദേഷ്യപ്പെടില്ല. അത് അമ്മച്ചിയുടെ വേറൊരു കാര്യമാണ്. പിന്നെ വേറെ എനിക്ക് വളരെ അതിശയമായി തോന്നിയൊരു കാര്യം എന്താണ്, അമ്മച്ചി അൺകോൺഷ്യസ് മൈൻഡിൽ വരെ അമ്മച്ചി വളരെ ഗ്രാമസ്ഥയില്ലാതെ അമ്മച്ചി പ്രാർത്ഥിക്കും. ഒരു നല്ല സാഹിത്യമായി അമ്മച്ചി ഫ്ലോ ആയി ഒരു വിക്കലില്ലാതെ അമ്മച്ചിക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. എവിടെയാ മക്കളുടെ പേരും ഞങ്ങളൊന്നും അറിയില്ലെങ്കിൽ പോലും അമ്മച്ചി ഒരു തടസ്സവും ഇല്ലാതെ ഫ്ലുവൻ്റായി പ്രാർത്ഥിക്കും.
ഞാനിവിടെ ദൈവനാമത്തിന് മൊത്തം ഉണ്ടാവട്ടെ. ഞാനിവിടെ നിൽക്കുന്നത് എന്നെ